Hello guys, welcome back to my channel. Sukumi, hi, how are you? Hi. But നമ്മൾ എവിടെ പോവാൻ പോണേന്ന്? തേക്കരക്ക് പോവാൻ പോണ എൻ്റെ ഹാപ്പിനെസ്സിലാണ് സുക്കുമി. അപ്പം അമ്മയും അമ്മച്ചൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളത് ഇറങ്ങി ഗൈസ്, അമ്മയും അമ്മ ഇറങ്ങി, ഞങ്ങളത് പോവാൻ പോവാണ്. അങ്ങനെ ഡോറൊക്കെ ലോക്ക് ചെയ്യാനുള്ള ടാസ്ക് അത് സുക്കുമി ഏറ്റെടുത്ത് അങ്ങനെ തനിയെ ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കീ ഇട്ടിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നത്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അമ്മ എന്നിട്ട് എന്നാൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അതേ സുക്കുമീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാണുന്നത്. അങ്ങനെ വീടൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി. വണ്ടിക്ക് വരണം പുറകെ. ബൈ ബൈ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ സ്കൂട്ടറിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അപ്പോൾ എനിക്ക് നമ്മൾ വീക്കെൻഡാണ്, അപ്പോൾ 2 days നമ്മളിനിപ്പോൾ എഴുതിക്കരയിലാണ്. അപ്പോൾ ആ വീടൊക്കെ പൂട്ടി ഗേറ്റൊക്കെ ലോക്ക് ചെയ്താൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഒരു ഉച്ചയായപ്പോൾ ഒരു 2:30 മണിയൊക്കെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാം. അപ്പോൾ ഉച്ച സമയമായി, വഴിയിലൊന്നും ആരുമില്ല, ഒരു 2:30 സമയമൊക്കെ ആയി. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് കുറച്ച് എത്തിയിട്ട് അപ്പോൾ നമ്മൾ ഈ പാടത്തെ സീഡൊക്കെയാണ് കാണുന്നത്. നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾക്ക് ഒരാളെ കൂടി കാണാനുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അപ്പോൾ അത് അയാളെ കാണാൻ വേണ്ടിയിട്ട് കയറി ചെയ്താണ്ട് കാണുന്നത്. അപ്പോൾ സുക്കുമി തന്നെ ഭയങ്കര ഹാപ്പിയാണ് അയാളെ കണ്ടപ്പോൾ. ഇതാണ് ഒരു കുഞ്ഞാളാണ്, നമ്മുടെ പുതിയൊരു ബേബിയാണ്, നമ്മുടെ ഫാമിലിയിൽ എൻ്റെ കസിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു, അവർ ആദ്യം ഇറങ്ങി. പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അവരോട് ഒരു ബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളതായിട്ട് ഗൈസ് ഏഴിക്കരൊക്കെ നമ്മളെത്തിയിരിക്കുകയാണ്. നമ്മുടെ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ടു തുടങ്ങി. വിളിക്കാൻ പാടില്ല ഇടക്ക് പോയാ പോലെ പോലെ ഇരിക്കണേ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡാണ് കാണുന്നത്. ഫ്രണ്ടിൽ റൈറ്റ് സൈഡാണ് ഈ കാണുന്നത്. അവിടെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡാണ് വീടിൻ്റെ. അപ്പോൾ അതേ സുക്കുമിയാണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ തന്നെ അതേ ഓട്ടം തുടങ്ങി. ചുക്കുമി സുക്കുമി, ദിസ് ഇസ് ഡ്രാഗൺ ഫ്രൂട്ട് പരിചയപ്പെടുത്തുവാ. തുറക്കട, തുറന്നിട്ട് എങ്ങനെയാണ് കയറി നിൽക്ക്, തുറന്നിട്ട്. താഴെ നോക്കണട്ടാ. അയ്യോ സ്നേക്ക് ഉണ്ടായിരുന്നു മാവേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു പറമ്പുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയുള്ളത്. അപ്പോൾ അത് ഡ്രാഗൺ ഫ്രൂട്ട് ആയി വരുന്നതേ ഉള്ളൂ. ഒരു ഫ്ലവറിൽ നിന്നാണ് ആ ഫ്രൂട്ട് ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരെണ്ണമാണ്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിറച്ച് മണ്ണ് നിറച്ചിട്ടാണ് അതിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് പ്ലാന്റ് വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടെന്ന് അവരൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നോക്കിയപ്പോൾ അവരൊരു കവർ, അതിൻ്റെ ഓണേഴ്സ് വന്നിട്ട് കവറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് വേറെ കിളികളൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കാം.
കൺമണി ഇങ്ങോട്ട് എവിടെ മിക്ക അപ്പോൾ സുക്കുമിയുടെ കളിക്കൂട്ടുകാരെല്ലാവരും ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡിലേക്ക് വന്നതാണ്. വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ആൾ ഓടിയതാണ് ഇങ്ങോട്ട്. അപ്പോൾ നമുക്കിവിടെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നെൽകൃഷിയും പിന്നെ നമ്മൾ സീസണിലായിട്ട് ചെമ്മീൻ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ ഒരു പാടമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങളോട് സുക്കുമി ഫുഡ് കൊടുക്കാമെന്നും പറഞ്ഞിട്ടൊരു പുല്ലിൻ്റെ കഷ്ണവും പറിച്ചിട്ട് അതുങ്ങളുടെ പുറകെ കിടന്ന് ഓടണാണ് കാണുന്നത് കേട്ടോ. മകടെ അങ്ങനെ സൺസെറ്റൊക്കെ ആവാറായി. അപ്പോൾ സുക്കുമി ഭയങ്കര ഹാപ്പിയാണ്. സുക്കുമിയുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു കുമ്പളങ്ങയും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതാണ് ചെറുതായിട്ടുണ്ടായി വരുന്ന ഒരു കുമ്പളങ്ങയാണ് കാണുന്നത്. അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടി എത്തിയത് ഇപ്പോഴാണ്. അങ്ങനെ എല്ലാവരും കൂടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ അതേ സൺസെറ്റായി. അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞത് ആ വീട്ടിലേക്ക് തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ ആയി പിറ്റേ ദിവസം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മയും അമ്മാമ്മയും കൂടെ നമ്മുടെ ബാക്കിൽ പറമ്പിൽ കുറച്ച് കൃഷി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങോട്ട്. അങ്ങനെ അമ്മ ഒരു വാഴയൊക്കെ നട്ട് ചേമ്പിനും വാഴക്കൊക്കെ നമ്മുടെ ചാരം, അതായത് അടുപ്പിൽ കത്തിച്ച് കഴിഞ്ഞ ചാരം എടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനാണമ്മ അതിരണം ചാരം അങ്ങനെ അമ്മയും അമ്മാമ്മയും കൂടി നല്ല പണിയിലാണ്. പുല്ലൊക്കെ പറിച്ച് ചേമ്പും വാഴയൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ പുറത്ത്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ച് വളർന്നതൊക്കെ ഈ അമ്പലത്തിൻ്റെ മുറ്റത്താണ്. അപ്പോൾ ഇന്ന് നല്ല കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ ആടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഭയങ്കര കാറ്റാണ്. നമ്മുടെ ഈ ഒരു കോസ്റ്റൽ ഏരിയയുടെ കുറച്ച് അടുത്തായതുകൊണ്ട് എപ്പോഴും നല്ല കാറ്റും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഇത്തിരി കാറ്റ് കൂടുതലാണ്. ഇതാ തെങ്ങൊക്കെ ആടുന്നുണ്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലാണ് കൃഷി കൂടുതലുള്ളത്. കാരണം ചെറിയ പിള്ളേരത്തെ വീട്ടിൽ മണ്ണില്ല, അതായത് ഫുൾ ടൈലിട്ടേക്കണോണ്ട് ഇവിടെയാണ് കൂടുതൽ കൃഷിയിൽ അമ്മ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ പടവലല്ല, നമ്മുടെ കുക്കുംബറാണിത്. നമ്മുടെ സാലഡ് കുക്കുംബറില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോഴേക്കും കുറേ കുക്കുംബറൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്ര കുക്കുംബറാണ് നമുക്ക് കിട്ടിയതിട്ട്. അപ്പോൾ ഒരു ടൈമിന് കിട്ടിയതാണ്. അങ്ങനെ അതും നമ്മളെടുത്തിട്ടൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു വീക്കെൻഡ് അങ്ങനെ കഴിഞ്ഞത്. ഞങ്ങളങ്ങോട്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ പോണേന്. അപ്പോൾ അമ്മയും അമ്മാമ്മയും കൂടെ ബാക്കിൽ വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.